എന്താണ് യഥാർത്ഥത്തിൽ ഈ കണ്ണേറ്? ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയെ അല്ലെങ്കിൽ ഒരു വസ്തുവിനെ അത്ഭുതത്തോടെയോ അസൂയയോടെയോ നോക്കുമ്പോൾ ആ നോട്ടത്തിലൂടെ പുറപ്പെടുന്ന അദൃശ്യമായ ഒരു സ്വാധീനമാണിത്. അത് ചിലപ്പോൾ സ്നേഹം കൊണ്ടുള്ള നോട്ടമാകാം, ചിലപ്പോൾ അസൂയ, ഹസദ് കൊണ്ടുള്ള നോട്ടമാകാം. നമ്മുടെ മക്കൾക്ക്, നമ്മുടെ വീടിന്, നമ്മുടെ വാഹനത്തിന്, നമ്മുടെ സൗന്ദര്യത്തിന്, നമ്മുടെ കച്ചവടത്തിന് എന്തിനും കണ്ണേറ് ബാധിക്കാം. ചിലപ്പോൾ നമ്മുടെ സ്വന്തം നോട്ടം പോലും നമ്മുടെ മക്കൾ കേൾക്കാം. നമ്മൾ നമ്മുടെ മക്കളെ കണ്ട് എന്തൊരു ഭംഗിയാണ് എന്ന് അള്ളാഹുവിനെ സ്തുതിക്കാതെ, മാഷാ അല്ലാ പറയാതെ നോക്കിയാൽ ആ നോട്ടം പോലും അവർക്ക് ദോഷമായി വരാം. എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്കൊരു ചരിത്രം പരിശോധിക്കാം. കണ്ണേറ് എത്രത്തോളം പെട്ടെന്നാണ് ബാധിക്കുക എന്ന് മനസ്സിലാക്കാൻ ഈ സംഭവം നമ്മെ സഹായിക്കും. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട സ്വഹാബിയായ സഹ്ൽ ബിൻ ഹുനൈഫ് റളിയല്ലാഹു അൻഹു കുളിക്കാൻ വേണ്ടി തന്റെ മേൽവസ്ത്രം മാറ്റി. അദ്ദേഹം വെളുത്ത നിറമുള്ള വളരെ മനോഹരമായ ശരീരപ്രകൃതിയുള്ള ആളായിരുന്നു. ഈ സമയം ആമിർ ബിൻ റബിയ റളിയല്ലാഹു അൻഹു അവിടെ വരികയും സഹ്ൽ റളിയല്ലാഹു അൻഹുവിന്റെ ശരീരം കണ്ട് അത്ഭുതത്തോടെ ഇങ്ങനെ പറയുകയും ചെയ്തു: ഇതുപോലൊരു സുന്ദരമായ ശരീരം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. കന്യകയായ ഒരു പെൺകുട്ടിക്ക് പോലും ഇത്ര ഭംഗിയുണ്ടാകില്ല. ഇത് പറഞ്ഞതും അവിടെ നിന്നിരുന്ന സഹ്ൽ ബിൻ ഹുനൈഫ് റളിയല്ലാഹു അൻഹു ബോധം കെട്ട് താഴെ വീണു. കഠിനമായ പനി ബാധിച്ചതുപോലെ അദ്ദേഹം കിടപ്പിലായി. വിവരമറിഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ എത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു: ഇദ്ദേഹത്തിന് കണ്ണേറ് തട്ടാൻ മാത്രം ആരെങ്കിലും ഇദ്ദേഹത്തെ നോക്കിയിരുന്നോ? അവർ പറഞ്ഞു: അതെ, ആമിർ ബിൻ റബിയ അദ്ദേഹത്തെ പുകഴ്ത്തി പറഞ്ഞിരുന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദേഷ്യത്തോടെ ചോദിച്ചു: എന്തിനാണ് നിങ്ങളിൽ ചിലർ സ്വന്തം സഹോദരനെ കൊല്ലുന്നത്? നിങ്ങൾക്ക് സഹോദരന്റെ വല്ല വിശേഷവും കണ്ട് അത്ഭുതം തോന്നിയാൽ അവർക്ക് ബറക്കത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൂടായിരുന്നോ? മാഷാ അല്ലാ, ബാറക്കല്ലാ എന്ന് പറഞ്ഞുകൂടായിരുന്നോ? എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കണ്ണേറ് ബാധിച്ച സഹ്ൽ റളിയല്ലാഹു അൻഹുവിന് വേണ്ടി കണ്ണേറ് ഏൽപ്പിച്ച ആളോട്, ആമിർ ബിൻ റബിയയോട് വുളു എടുക്കാൻ കൽപ്പിക്കുകയും ആ വുളു എടുത്ത വെള്ളം സഹ്ൽ റളിയല്ലാഹു അൻഹുവിന്റെ ശരീരത്തിൽ ഒഴിക്കുകയും ചെയ്തപ്പോൾ കെട്ടഴിച്ചു വിട്ടതുപോലെ അദ്ദേഹം എഴുന്നേറ്റ് നടന്നു. കണ്ടോ എന്റെ സഹോദരങ്ങളെ?